ഓക്കെ, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അത് സ്വപ്നം കാണാനുള്ള ഒരു മനസ്സ് വേണം. എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നൊരു ആഗ്രഹം വേണം. ഓക്കെ. രണ്ട്, അവിടെ എത്തണമെങ്കിലോ അത് എളുപ്പമുള്ള വഴിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം കഷ്ടപ്പാടായിരിക്കും എന്ന്. ഇവിടെ കേരള ടീമിൽ കയറണമെങ്കിൽ എത്ര കഷ്ടപ്പാടായിരിക്കും. അപ്പൊ കേരള ടീമിൽ നിന്ന് കളിച്ച് നാഷണൽസിൽ പോയി അവിടെ മെഡൽ വിൻ ചെയ്ത് അവിടെ നിന്ന് ഇന്ത്യൻ ക്യാമ്പിൽ പോയി 40 പേരുള്ള ഇന്ത്യൻ ക്യാമ്പിൽ കോമ്പറ്റീറ്റ് ചെയ്ത് ഇന്ത്യൻ ടീമിൽ കയറണമെങ്കിൽ എത്ര കഷ്ടപ്പാടായിരിക്കും. അപ്പം ഇവിടെ ഇത് നിങ്ങളുടെ തുടക്കമെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ കിട്ടുന്ന ഓരോ സമയവും നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, നിങ്ങളുടെ എന്താ പറയുക, നല്ല നല്ല കോച്ചസ് ഉണ്ട്. പക്ഷെ എൻജോയ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം മത്സരിക്കുക. എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവന് ഈസി ആയിട്ട് പാസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ അവന് ഒരു ഗോൾ കീപ്പറിന്റെ കൂട്ടുകാരാണ്, ഞാൻ അവന്റെ മേളിൽ ഗോൾ അടിക്കില്ല എന്നതൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഏറ്റവും ഹാർഡായിട്ട് ബേസിക്സ് പഠിക്കാൻ നോക്കുക, ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള ട്രെയിനിങ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങളുടെ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു മനസ്സുകൊണ്ട് വരിക. മനസ്സിലായോ? ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു മനസ്സുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിന് വേണ്ടത്, ഏറ്റവും വേണ്ടത് സ്വപ്നം കാണാനുള്ള ഒരു മനസ്സാണ്. നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണും. നാളെ മുതൽ ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഇന്ത്യൻ ടീമിൽ കയറണം എന്നൊരു സ്വപ്നം കൊണ്ട് വേണം വരാൻ. സാറ് 2 റൗണ്ട് ഓടാൻ പറയുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട, കട്ടടിച്ചൊന്നും ഓടരുത്. മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, ഞങ്ങളൊക്കെ ഒത്തിരി കട്ടടിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഒന്നും ഓടത്തില്ല, സൈഡൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ. അതൊന്നും ചെയ്യരുത്. സ്വപ്നം കണ്ടോട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? കഴുതനെ പോലെ കുതിരനെ പോലെയോ? കുതിരനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ എന്ത് ചെയ്തു, ചിലർ പറയും ഞാൻ 4 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ എന്ത് പ്രാക്ടീസ് വെച്ചിട്ട് അറിഞ്ഞുകൂടാ. അപ്പം എത്ര ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു. ഓക്കെ, എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി പോലെ നാളെ ഒരു ട്രെയിനിങ്ങിന് വരുമ്പോഴത്തേക്കും സ്വപ്നം കാണണം. എനിക്ക് ഇന്ത്യൻ ടീമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നത്. ഓരോ ദിവസവും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും സ്റ്റിക്ക് എടുക്കുമ്പോഴും പാഡ് കെട്ടുമ്പോഴും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ട്രെയിനിങ് ചെയ്തോ, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നോക്കണം. അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പൊ ചിലർക്ക് ബിരിയാണി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. പൊറോട്ടയും ബീഫും ആണെങ്കിലോ അതും കുറവാ. മീൽസ് ചോറിന് എത്ര പേരുണ്ട്? ചോറ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? പിന്നെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള വളരെ കയ്യെ പോലും വെക്കുന്നില്ല. മന്തി എന്താ, എല്ലാവർക്കും ഓരോ കാര്യങ്ങളല്ലേ ഇഷ്ടം. അതുപോലെയാണ് ഗ്രൗണ്ടിനകത്തും നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവ് വേറെ വേറെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഗോൾ കീപ്പറിനെ പറഞ്ഞുതരാം. ഞാൻ ഗോൾ കീപ്പർ കളിക്കുമ്പോൾ എനിക്ക് റൈറ്റ് കോർണറിൽ പോകുന്ന ബോൾ ഞാൻ ഡൈവ് ചെയ്യത്തില്ല, ഞാൻ സ്റ്റിക്ക് കൊണ്ട് സേവ് ചെയ്തില്ല, ഞാൻ കാലം കൊണ്ട് സേവ് ചെയ്തിട്ടുള്ളൂ. എനിക്കിഷ്ടം അതാണ്. പക്ഷെ എന്നെക്കാളും പൊക്കം കുറഞ്ഞ പാട്ടക്ക് റൈറ്റ്